നമസ്കാരം. ന്യൂസ് അറ്റ് 6 PM സ്വാഗതം. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീനെതിരായ പരാതികളുടെ എണ്ണം 100 കടന്നു. ഇതിനിടയിൽ കമറുദ്ദീനെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചതായും സൂചനയുണ്ട്. കേസിൽ മധ്യസ്ഥ ചർച്ചകൾക്കായി നേതൃത്വം നിയോഗിച്ച മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ കലക്ടർ മാഹിൻ ഹാജിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. This news brought to you by Aiva Silks, Kasargod, Kaningad, Mangalore. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ദിനംപ്രതി കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുകയാണ്. ആഗസ്റ്റ് 27 MC കമറുദ്ദീൻ MLAക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് മാസം 2 പിന്നിടുമ്പോഴും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ആകെ പരാതികളുടെ എണ്ണം 113ആയി. എന്നാൽ ഇതുവരെ MLAയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാകും അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനിടയിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് MC കമറുദ്ദീന് സമ്മർദ്ദം ഏറുകയാണ്. ഇത് സംബന്ധിച്ച് ചർച്ച നടത്താനായി കമറുദ്ദീനെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചതായും വിവരമുണ്ട്. അതേസമയം കേസിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയ കലക്ടർ മാഹിൻ ഹാജിയെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. കമറുദ്ദീന്റെ സ്വത്തുവകകൾ സംബന്ധിച്ചും ആസ്തി ബാധ്യതകൾ സംബന്ധിച്ചുമാണ് കലക്ടർ മാഹിൻ ഹാജിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത്. പൂക്കോയാക്കും MC കമറുദ്ദീനും പിന്നാലെ വന്ന ആക്ഷൻ കമ്മിറ്റി അവർ പൂർണ്ണമായും വഞ്ചിച്ചു. അതിനുശേഷമാണ് സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വം ഇത് ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അവരും കൈയൊഴിഞ്ഞു. ഇനി ഇല്ല കാലങ്ങളിൽ എല്ലാ ഇൻവെസ്റ്റർമാരും കേസ് മുഖേനയും അതുപോലെ പ്രക്ഷോഭങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് എല്ലാവരും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് തീർച്ചയായും ഈ ഒരു ബാധ്യത തീരുന്നത് വരെ പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെയാണ് പോകാനുള്ള എല്ലാ ഇൻവെസ്റ്റർമാരും തീരുമാനിച്ചിട്ടുള്ളത്. കടബാധ്യതകൾ ഏറ്റെടുത്തിട്ടില്ലെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയും കമറുദ്ദീന്റെ ആസ്തി വകകൾ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തതോടെയാണ് കേസിൽ പരാതികൾ വർദ്ധിച്ചത്. 749 നിക്ഷേപകരിൽ 113 പേരാണ് ഇതിനോടകം നിയമപരമായി നീങ്ങിയിരിക്കുന്നത്.